മക്കളെ, നമുക്ക് ആകാശത്തേക്ക് പറക്കണമെന്നുള്ള ആഗ്രഹം മനുഷ്യൻക്കു എപ്പോഴും ഉണ്ടായിരുന്നുള്ളതാണ്. 852 ആൻഡൽസിയിലെ അബ്ബാസ് ഇബ്ന് ഫിർനാസ് എന്നത് ഒരു പക്ഷിയെ പോലെ ചിറകിട്ട് പറക്കാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹത്തിന് നീളമുള്ള പറക്കൽ സാധ്യമായില്ല. 1633 ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ലഗാരി ഹസൻ ചേലബി എന്ന പട്ടാളക്കാരൻ ഒരു പടക്കമെഴുന്നേറ്റ് ആകാശത്തിലേക്ക് ഉയർന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വലിയ പരീക്ഷണം. 1784 ഫ്രാൻസിലെ മോണ്ട് കോൾഫിയർ സഹോദരങ്ങൾ ആദ്യമായി ഹോട്ട് എയർ ബലൂണിലൂടെ ആകാശത്തിൽ ഉയർന്നു. 1891 ഓട്ടോ ലില്ലിയന്താൽ ആദ്യമായി ഗ്ലൈഡർ പറക്കിച്ചു. ആക്ഷേപാഹിതമായ 2000 ടെസ്റ്റ് പറക്കലുകൾ നടത്തി. ഇവയെല്ലാം ചേർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു, മനുഷ്യൻ എപ്പോഴും ആകാശത്തേക്ക് നേർന്നു നോക്കി പറക്കാനുള്ള സ്വപ്നം കണ്ടു. ലിയോനാർഡോ ദാ വിൻസിയും ഇതിന്റെ ഭാഗമാണ്. ഗ്ലൈഡർ ഡിസൈനുകൾ പടുത്തുയർത്തി. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലോകം 2 ശക്തികളായി വിഭജിച്ചു, അമേരിക്കയും സോവിയറ്റ് യൂണിയനും. ഇവരുടെ ഇടയിലാണ് തുടങ്ങിയത് സ്പേസ് റേസ്. 1957 സോവിയറ്റ് യൂണിയൻ ഏറ്റവും ആദ്യം സ്പുട്നിക് -1 എന്ന സാറ്റലൈറ്റ് ഭൂമിയുടെ ഓർബിറ്റിൽ വെച്ചു. ഇതാണ് ലോകത്തിലെ ആദ്യ സാറ്റലൈറ്റ്. അതേ വർഷം ലൈഗ എന്ന നായയെ സ്പുട്നിക് -2ന്റെ സഹായത്തോടെ ആകാശത്തിലേക്ക് അയച്ചു. ഇത് ജീവിയുമായി പോയ ആദ്യ സ്പേസ് മിഷൻ ആണ്. 1958 സോവിയറ്റുകൾ തന്നെ സ്പുട്നിക് -3 വഴി ആദ്യമായി സയന്റിഫിക് ഉപകരണങ്ങൾ സ്പേസിലേക്ക് അയച്ചു. 1960 അമേരിക്കയും മത്സരത്തിൽ എത്തി. ട്രിയോസ് -1 എന്ന മെറ്റിയോറോളജിക്കൽ സാറ്റലൈറ്റ് ആണത്. 1961 സോവിയറ്റ് യൂണിയൻ വീണ്ടും മുന്നിൽ സ്പുട്നിക് -5 വഴി 2 നായകളെ സുരക്ഷിതമായി അയച്ചു കൊണ്ടുവന്നത്. അതേ വർഷം സ്പുട്നിക് -4 എന്നത് മാൻഡ് കാപ്സ്യൂൾ എന്ന സാങ്കേതികതയുടെ തുടക്കമായി. കൂടെ കൂടിക്കോളും, മെച്ചം ഉണ്ടാവും. പ്ലീസ് സബ്സ്ക്രൈബ്.